കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കോഴിതൻ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറച്ചു സൂക്ഷിക്കുന്നത് പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിച്ച് പരിപാലിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഹിച്ചും മറച്ചും കൊണ്ട് സംരക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ള യേശുവിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യേശു തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം യേശു പരീക്ഷിക്കപ്പെട്ടു. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ അവിടെ യേശു പരാജിതനായില്ല. യേശു വചനത്തിൻ്റെ ശക്തിയാൽ സാത്താനെ ജയിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നിന്ദകൾ, പരിഹാസങ്ങൾ, ജീവിതത്തിൽ അനുഭവങ്ങൾ, ഇതിനെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ യേശുനാഥൻ മുൻപോട്ട് നീങ്ങി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട നമ്മുടെ യേശുനാഥൻ, വിശക്കുന്നവന്റെ വിശപ്പറിയാവുന്ന യേശുനാഥൻ, ദാഹിക്കുന്നവന്റെ ദാഹം അറിയാവുന്ന യേശുനാഥൻ, രോഗം ശീലിച്ച യേശുനാഥൻ, രോഗികളുടെ വേദനകളെ അറിയുന്ന യേശുനാഥൻ. ഇവിടെ നാം പറയുകയാണ്, യേശു തന്നെ പരീക്ഷിതനായി അവൻ കഷ്ടം അനുഭവിച്ചിരിക്കുന്നത് കൊണ്ട് ആ നിലകളിലൂടെ കടന്നു പോകുന്ന, വേദനകളിലൂടെ കടന്നു പോകുന്ന, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, നിന്ദകളിലൂടെ കടന്നു പോകുന്ന, പരിഹാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഏത് മനുഷ്യനെയും സഹായിപ്പാൻ നമ്മുടെ യേശു വിശ്വസ്തനാണ്. അതെ, 121-ാം സങ്കീർത്തനത്തിൽ ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്: എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, പരസ്പര സഹായത്തോടുകൂടിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദരിദ്രന് ധനവാന്റെ സഹായം ആവശ്യമാണ്. രോഗിക്ക് വൈദ്യന്റെ സഹായം ആവശ്യമാണ്. കുഞ്ഞിന് മാതാവിൻ്റെ സഹായം ആവശ്യമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സഹായം ആവശ്യമാണ്. ഭർത്താവിന് ഭാര്യയുടെ സഹായം ആവശ്യമാണ്. ഇങ്ങനെ സഹായത്തിൻ്റെ വലിയൊരു ചങ്ങലകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരു ഭക്തൻ കണ്ണുകളെ ഉയർത്തി ചോദിക്കുന്നു: എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതിനകത്ത് തന്നെ മറുപടി ഉണ്ട്: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിങ്കൽ നിന്ന് വരുന്നു എന്നുള്ളത്. അതെ, കണ്ണുകൾ ഉയർത്തുന്ന ഭക്തന്, കണ്ണുകൾ നിറഞ്ഞുകൊണ്ട്, കണ്ണുനീർ നിറഞ്ഞുകൊണ്ട് ഉയരത്തിലേക്ക് ഉയർത്തുന്ന ഭക്തനെ സഹായിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞകാല നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഹൃദയനുറുക്കത്തോടെ ദൈവമേ എന്നെ സഹായിക്കണമേ, നിറഞ്ഞ കണ്ണുകളോടുകൂടെ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ നിലവിളിച്ച സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ വഴികളെ തുറന്നിട്ടില്ലയോ? ഇവിടെ നാം വായിച്ച വാക്യത്തിൽ നമ്മെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. ഏതവസ്ഥയിലിരിക്കുന്ന വ്യക്തികളെയും സഹായിക്കുവാൻ യേശു ശക്തനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ബെഥസ്ദാ കുളക്കരയിലേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. യേശു ഒരു മനുഷ്യരെ അന്വേഷിച്ചു പോവുകയാണ്. നമുക്കറിയാം ആ ബെഥസ്ദാ കുളത്തിന്റെ പ്രത്യേകത. ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ
അതിൽ ആദ്യം വീഴുന്ന ഏത് രോഗം പിടിച്ചവനായാലും അവന് സൗഖ്യമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു മനുഷ്യൻ പക്ഷപാതം പിടിച്ചു കിടക്കുന്ന ഏതാണ്ട് 38 വർഷത്തോളമായി ഒരേ കിടപ്പ് ആ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ, അവനെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ അടുക്കലേക്ക് നമ്മുടെ കർത്താവ് കടന്നു ചെല്ലുകയാണ്. കടന്നു എന്ന് അവനോട് യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സൗഖ്യത്തിന് വേണ്ടിയല്ലേ അവിടെ കിടക്കുന്നത്, സൗഖ്യം പ്രാപിപ്പാനായി പലപ്പോഴും അവൻ കുളക്കരയിലേക്ക് അവന്റെ പരിശ്രമത്തിന്റെ ഫലമായി അവൻ ഇഴഞ്ഞവിടെ ചെന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ നിരാശയോടുകൂടെ അവൻ വീണ്ടും ഇഴഞ്ഞ് അവന്റെ കിടക്കയിലേക്ക് അവൻ പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിരാശനായി കിടക്കുന്നവന്റെ അടുക്കിലേക്ക് യേശു ചെന്ന് പറയുകയാണ്. യേശു അവനോട് സംസാരിക്കുമ്പോൾ അവൻ വേദനയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന്. 38 വർഷമായി ഇവിടെ ഞാൻ കിടക്കുന്ന നാഥ, എന്നെ സഹായിപ്പാൻ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ ബന്ധുമിത്രാദികളോ ആരും എനിക്കില്ല. ഞാൻ എല്ലാവരാലും തള്ളപ്പെട്ടവനാണ്. അതെ, നീ എല്ലാവരാലും തള്ളപ്പെട്ടവളാണോ? നീ എല്ലാവരാലും തള്ളപ്പെട്ടവനാണോ? യേശു നിന്നെ തള്ളുകയില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. എല്ലാവരാലും തള്ളപ്പെട്ട് ദീർഘമായ വർഷങ്ങൾ കിടക്കുന്ന മനുഷ്യനോട് യേശു പറയൂ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. അവൻ പറയുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന്. അതെ, എന്നെയും നിങ്ങളെയും സഹായിപ്പാൻ കഴിവുള്ള യേശുവിനോട് പറയുകയാണ്, നിന്റെ കിടക്കയെടുത്തുകൊണ്ട് നീ പോക എന്ന് പറഞ്ഞപ്പോൾ 38 വർഷം അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ, നിന്ദകൾ, തിരസ്കരണങ്ങൾ, അവന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ മാറി അവൻ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നതായി, വീട്ടിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പ്രശ്നങ്ങൾ എത്ര വർഷമാണെങ്കിലും യേശുവിനതൊരു വിഷയമല്ല. അവൻ ഒന്ന് തൊട്ടാൽ, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ, അവൻ നിന്റെ അടുക്കൽ വന്നാൽ അവന്റെ സാമീപ്യത്തിന് ശക്തിയുണ്ട്, അവന്റെ തൊടിയിന് ശക്തിയുണ്ട്, അവന്റെ ശബ്ദത്തിന് അധികാരമുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. അതെ, നാം വായിച്ച വചനം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അവന്റെ മുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തുമ്പോൾ അവൻ നമ്മളെ സഹായിക്കുന്നവനാണ്. അതേ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശത്തൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമുക്കാരുമില്ല എന്ന് ധരിക്കരുത്. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരത്തെ, നമ്മുടെ പ്രത്യാശയെ നാം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ്. അതെ, നിന്നെ നോക്കി സഹതിപ്പാൻ ആരുമില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്നെ കരുതുവാൻ, നിന്നെ നടത്തുവാൻ, നിന്റെ തലമുറയെ നടത്തുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. അവന്റെ അടുക്കിലേക്ക് വന്നവരെ ഒക്കെ യേശു സ്വീകരിച്ചു, യേശു സൗഖ്യമാക്കി, യേശു കണ്ണുനീരുകൾ തുടച്ചു. അതുകൊണ്ട് നമുക്ക് വേണ്ടി 24 മണിക്കൂറും തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃപാസനമുണ്ട്. അവന്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലൂ. അവിടെ നിങ്ങൾക്ക് കരുണയുണ്ട്, അവിടെ നിങ്ങൾക്ക് കൃപയുണ്ട്, അവിടെ നിങ്ങൾക്ക് സഹായമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ സഹായിക്കണമേ. അവരുടെ രോഗങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ വേദനകളിൽ നീ അവരെ സഹായിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ ക്ഷീണങ്ങളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളോട് സഹതാപം കാണിപ്പാൻ
ദൈവത്തിന് കഴിയുമല്ലോ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാലും പ്രാർത്ഥനകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്തൃസൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ.